പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ആൽബിൻ മാത്യുവിന് ഒരുക്കുകയാണ്. സ്തുതി. മനുഷ്യർക്ക് സമാധാന പ്രത്യാശയും എപ്പോഴും എന്നേക്കും. കാരുണ്യനായ കർത്താവേ, ഞങ്ങൾ സ്ഥാപിച്ച വിവാഹമെന്ന മനോഹരമായ ഉദാസീവിൽ പ്രവേശിക്കുന്ന ഞങ്ങളുടെ ആൽബിൻ മാത്യുവിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ വേളയിൽ അങ്ങേ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. സത്യയോടും കൂടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവും വിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ സമയം നമ്മൾ ഈ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ആൽബിനെ കസേരയിൽ എത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന നിമിഷമാണ്. പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ മകനെ സൃഷ്ടിച്ച് പരിപാലിച്ചു വളർത്തി വിവാഹാന്തസ്സിലേക്ക് ഉയർത്തിയിരിക്കുകയാണല്ലോ. നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് സന്തോഷപ്രദവും സമാധാനപൂർണവും മധുരതരവുമായ ജീവിതം നയിക്കുവാൻ ആൽബിൻ മാത്യുവിന് ശക്തി നൽകണമേ. സർവ്വത്തിന്റെയും നാഥ, നിങ്ങളിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുവാൻ ദൈവമിടയാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ലോകത്തിന് പ്രകാശമായ മിശിഹ നിങ്ങളുടെ കുടുംബത്തിന് പ്രകാശമായിരിക്കട്ടെ. സ്തുതി ഞങ്ങൾ പാടണ്ടേ. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. വചനത്താൽ അങ്ങ് കുടുംബത്തെ രൂപീകരിക്കുകയും നവീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ വചനത്താൽ തന്നെ പുതുതായി രൂപം കൊള്ളുന്ന കുടുംബങ്ങളെ നയിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല.
യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദാമ്പത്യ വിശ്വസ്തതയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന ഉന്നതമായ ദൈവങ്ങളെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ഈ ദമ്പതികളെ സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമെന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നിത്യഭാഗ്യം കൽപ്പിച്ചിരണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധാരണകൾക്ക് വഴിപ്പെടാതെ പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ ഒരുമയോടെ സഹിച്ച് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുവാനും ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരനായ നാളെ ഭവനത്തിലേക്ക് വരുന്ന മകനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഇവരുടെ ദാമ്പത്യ ജീവിതത്തെയും ഇതുപോലെ മാധുര്യമുള്ളതാക്കി തീർക്കണമേ. വിനയവും ശാന്തതയും സൗമ്യവും കാരുണ്യവും ഇവരുടെ ജീവിതത്തിൽ നിറയുവാനിടയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. മധുരം വെക്കട്ടെ? വേണ്ട. മധുരം വെക്കട്ടെ? വയ്ക്കാം. Inside myself, broken down in every single way. So can we talk about it? Sorry for the things I said, trying to get in your head all along. So can we talk about it? You didn't have to walk away, missing you every day. I was wrong. गलती जो हुई है हमसे उसे फिर ना दोहराए. कहना था जो कह दे तुमसे इस समय हम और तुम खो जाए. അനുഗ്രഹിക്കണമേ. ഈ കുടുംബത്തിന്റെ തലവനായ മാറിയ യോസേപ്പേ, ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ മറിയമ്മേ, സകല വിശുദ്ധരെ, ഇവരുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങളും അയൽക്കാരും മറ്റെല്ലാവരും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ കുരിശിനാൽ സംരക്ഷിക്കപ്പെടട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.